ഹായ് ഫ്രണ്ട്സ്, കുക്കിംഗ് വിത്ത് ആനന്ദിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ സൈഡിലുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പിയാണ് വളരെ എളുപ്പത്തിൽ വളരെ സ്വാദിഷ്ടമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് പൊട്ടറ്റോ 65. ഇതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ആദ്യം ഒരു കപ്പ് പൊട്ടറ്റോസ് എടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം നമുക്ക് വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് നമുക്ക് പൊട്ടറ്റോസ് എടുക്കാം. എന്നിട്ട് ഒരു ടേബിൾ സ്പൂണ് മൈദ ഇട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂണോളം മുളകും, ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും, ഒരു ടീസ്പൂൺ സോയ സോസും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് എണ്ണ എടുത്തിട്ട് നമുക്ക് ഈ പൊട്ടറ്റോസ് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഫ്രൈ ചെയ്യേണ്ട, ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന രീതിയിൽ ഫ്രൈ ചെയ്താൽ മതിയാകും. ഏകദേശം പൊട്ടറ്റോസ് വെന്തതായതുകൊണ്ട് ഏകദേശം ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ ഫ്രൈ എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അത് നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതിൽ ഏകദേശം എണ്ണ മാറ്റിയിട്ട് ഒരു 2 ടീസ്പൂണോളം എണ്ണ നമുക്ക് വച്ചേക്കാം. അതിലേക്ക് 2 വെളുത്തുള്ളി, ചെറുതായിരിഞ്ഞ് വെളുത്തുള്ളി, ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചിയും കൂടെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് സവാളയും ഒരു 2 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. 1-2 പച്ചമുളക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 1/2 കപ്പ് ചെറുതായിട്ട് എരിഞ്ഞ ടൊമാറ്റോസും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മസാലപ്പൊടിയും ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. കറിവേപ്പില കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇടാവുന്നതാണ്. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോസും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ 65 തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ് ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. താങ്ക് യു.